ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് തുണി മടക്കി വെക്കുന്ന കുറച്ച് ഈസി ഐഡിയാസ് ആട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർഡ്രോബ് ഓർഗനൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന ടൈമിൽ തന്നെ ഒന്നോ രണ്ടെണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ അല്ലെങ്കിൽ താഴെ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോൾഡിങ്ങുകളൊന്നും പോകാതെ തന്നെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഫോൾഡിങ്ങുകളാട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും കട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബെഡ്ഷീറ്റ് മടക്കാം കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് മടക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതി ഇട്ടിട്ട് നമുക്ക് ലെങ്ത് വൈസ് അങ്ങ് മടക്കി കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ പിന്നെ സാരി മുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് മടക്കാം കേട്ടോ. ഈ കാണിക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ മടക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഏരിയ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൾഡിങ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ കാണുന്ന രീതിയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മടക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പില്ലോ കവറും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏരിയയിലേക്ക് പില്ലോ കവർ ഇങ്ങനെ ആ ഒരു വീതിയിൽ മടക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഷീറ്റിന് ഒറ്റ പില്ലോ കവറേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 2 പില്ലോ കവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 എണ്ണവും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബെഡിൽ ഷീറ്റ് വിരിക്കുന്ന ടൈമിൽ നമുക്ക് പില്ലോ കവർ വേറെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടും ഒന്നിച്ച് സെറ്റായിട്ടങ്ങ് ഇരുന്നോളുമല്ലോ. അപ്പോൾ പിന്നെ അതും ഈസിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഓർഗനൈസറിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചരിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാലും ഈ ഒരു ഫോൾഡിങ് മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് പിന്നും റീഅറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കുട്ടികളുടെ ഷർട്ടുകൾ മടക്കി വെക്കുന്ന കേട്ടോ. ചെറിയ കുട്ടികളുടെ ഷർട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ മടക്കി വെക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടാലോ. അപ്പം നമുക്ക് ഇതുപോലെ മുകളിലത്തെ ബട്ടൺ ഇടണ്ട, ബാക്കി ഒന്നിടവിട്ടുള്ള ബട്ടണുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന രീതിയിലങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഡ്രസ് ഫോൾഡിങ് ഐഡിയാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷർട്ട് ഫോൾഡിങ്ങിൻ്റെ ബാക്കി കാണാം. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടാതെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ലാസ്റ്റ് നമുക്ക് ബട്ടൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ടീഷർട്ട് മടക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് മടക്കൽ ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെ കേട്ടോ, ഇങ്ങനെ തന്നെ കേട്ടോ കുട്ടികളുടെ മടക്കലുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ മുതിർന്നവരുടെ ആരുടെ വേണേലും ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കി വെക്കാം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സൈഡും നമ്മൾ നോർമലി ഷർട്ടുകളൊക്കെ മടക്കുന്ന രീതിയിൽ അങ്ങ് മടക്കി കൊടുക്കാം. ഇനിയിപ്പം മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചുരുട്ടി ഒന്ന് കൊടുത്തിട്ട് പിന്നെ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഏരിയ വരും, അതൊന്ന് മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും. ഇനിയിപ്പം കുട്ടികളുടെയൊക്കെ ഞാനിത് മെയിൻലി കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാട്ടോ ഇങ്ങനെ മടക്കി വെക്കൽ. അപ്പോൾ ഇവർ തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോളെടുത്ത് അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ, ഫോൾഡിങ് പോയില്ലല്ലോ. അപ്പോൾ നല്ല ഈസി ഐഡിയ കേട്ടോ. ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ മടക്കി വരുമ്പോൾ കുറേ ടൈം എടുക്കില്ലേ എന്ന് നമുക്ക് തോന്നും കേട്ടോ. ഇങ്ങനെ മടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപക്ഷെ തോന്നാം. പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം നമ്മളൊന്ന് മടക്കി നോക്കാം, നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ പിന്നെ മടക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് 1-2 പ്രാവശ്യം നമുക്ക് മടക്കുമ്പോൾ പിന്നെ ആ ഒരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ ഈസി ആവും കേട്ടോ നമുക്കിത് മടക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്കിത് ഓർഗനൈസറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിലും അങ്ങനെ നമുക്ക് വാർഡ്രോബിൻ്റെ ഉള്ളിലങ്ങ് വെച്ച് കൊടുത്താൽ മതി.
ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. അത് നമ്മൾ ഷർട്ട് മടക്കിയ പോലെ തന്നെ സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ മടക്കി വെക്കലാണ്. ഇനി ഇതാ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡ്രസ്സുകൾ എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് സ്റ്റിപ്പ് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിൽ നിന്ന് അങ്ങനെ മടക്കി കൊടുക്കാം. നമുക്ക് ഏത് ഡ്രസ്സും കുറേ രീതി ഉണ്ടാവുമല്ലേ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 1-2 രീതിയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വാർഡ്രോബിൽ എങ്ങനെയാണോ മടക്കി വെക്കുന്നത് ആ കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് ആട്ടോ കാണിക്കുന്നുള്ളൂ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ നല്ല രീതിയിൽ ഇരുന്നോളൂ കേട്ടോ. ജീൻസും നമുക്കിതാ ഇതേ സെയിം രീതിയിൽ മടക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ വേറൊരു നെക്സ്റ്റ് ഒരു രീതിയും കൂടെ നോക്കാം കേട്ടോ മടക്കുന്നത്. ഇനിയിപ്പോൾ കാണിക്കുന്നത് സോക്സ് മടക്കാൻ പറ്റുന്ന 2 യൂസ്ഫുൾ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾ മടക്കി നോക്കിക്കോ. അതുപോലെ ഒരു ചെറിയ ഓർഗനൈസറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് കിട്ടും. നമുക്കങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും പറ്റും കേട്ടോ. ഇനിയിപ്പം ഇതുപോലെയുള്ള ടോപ്പുകളൊന്ന് മടക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് മടക്കുമ്പം കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് മടക്കിയായിരിക്കും കേട്ടോ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പാവുക. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് മടക്കുമ്പോൾ ആ ഒരു ഫോൾഡൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് മടക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പുകൾ ഇങ്ങനെ നമുക്ക് ഓർഗനൈസറിൻ്റെ ഉള്ളിലും കൂടെ വെക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് മടക്കി ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനിയിപ്പം കുർത്ത സെറ്റ് വിത്ത് ദുപ്പട്ട വരുന്ന എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയും ഫോൾഡിങ് ഐഡിയാസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.